ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 99. സുബോധത്തിലേക്ക് വന്ന വൈശാഖി മുന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടത് ചെരിഞ്ഞുകിടക്കുന്ന വാഴയുടെ കൂമ്പൊടിച്ചെടുക്കുന്ന മഹാദേവനെ ആയിരുന്നു. സാറല്ലേ ഇപ്പം എന്നെ ഉമ്മ വെച്ചത്? സാറല്ലേ ഇപ്പം എന്നെ കെട്ടിപ്പിടിച്ചത്? സാറല്ലേ എൻ്റെ താടിത്തുമ്പി നാവുകൊണ്ട് ഒഴിഞ്ഞു വിട്ടത്? ഒരു നിമിഷം മുൻപ് കഴിഞ്ഞു പോയ കാര്യം സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന സംശയമായിരുന്നു അവളിൽ അപ്പോൾ. പക്ഷെ സാറിൻ്റെ ചുണ്ടിലെ തണുപ്പപ്പോഴും അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വൈശാഖി തൻ്റെ കീഴ്ചുണ്ടിൽ പൊടുന്നനെ ഒന്ന് തൊട്ടു നോക്കി. അവൾക്കവിടെ അപ്പോഴും നനവ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കള്ളമല്ലെന്ന് പെണ്ണ് വിശ്വസിച്ചു. സത്യം തന്നെയാണ്, സാറ് തന്നെ ഉമ്മ വെച്ചിട്ടുണ്ട്. വൈശു ഒട്ടൊരു അമ്പരപ്പോടെയാണ് വൈകിയെങ്കിലും അക്കാര്യം മനസ്സിലാക്കിയത്. കള്ളൻ! ഇത്രയും നേരം കുഞ്ഞുകുട്ടി പരാധീനങ്ങളുടെ കണക്ക് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടിയത്. അതാലോചിച്ചപ്പോൾ മാത്രം പെണ്ണ് ചിരിച്ചു പോയിരുന്നു. എന്താടി ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നേ? അവളുടെ തന്നെയുള്ള ചിരി കണ്ടിട്ടാവണം വീണ്ടും ദേവൻ അവളുടെ നേർക്ക് തിരിഞ്ഞു നോക്കിയത്. അവൻ്റെ ആ ചോദ്യത്തിൽ പെണ്ണിൻ്റെ ചിരി ഒരു നിമിഷം കൊണ്ട് നിലച്ചു. ഒന്നുമില്ല സാർ. അവളുടെ ചുണ്ടുകൾ പല്ലിനടിയിൽ അമർത്തി വെച്ചു കളഞ്ഞു. എന്തോ ഉണ്ട്. ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കാൻ നിനക്കല്ലെങ്കിൽ പ്രാന്താണോ? അവളുടെ മുന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് മഹാദേവൻ അവളെ കൂർപ്പിച്ചു നോക്കി. ഇപ്പോൾ ഇരുവരും ഒരു കൈ അകലത്തിലാണ് നിൽക്കുന്നത്. അത് പിന്നെ ഞാൻ... അവൻ്റെ ആ പെട്ടെന്നുള്ള ചോദ്യവും നിൽപ്പും എല്ലാം കൂടി കണ്ടതും വൈശാഖിയിൽ പൊടുന്നന്നെ ചെറിയൊരു പരിഭ്രമം ഉണ്ടായി. വേഗം പറഞ്ഞോ, നീ ഇപ്പോൾ എന്തിനാ ചിരിച്ചേ? പഴയ ഗൗരവക്കാരനായ മാഷ് അവനിൽ പെട്ടെന്നാണ് പരകായ പ്രവേശനം നടത്തിയത്. ഇത്തിരി മുൻപ് വരെ തന്നെ ഉമ്മ വെച്ചവൻ തന്നെയാണോ തനിക്ക് മുമ്പ് ഇപ്പോൾ വന്നു നിൽക്കുന്നതെന്ന് ഒരു നിമിഷം വൈശാഖി ചിന്തിച്ചു പോയി. അതുണ്ടല്ലോ, അത് പിന്നെ സാറെന്നെ ഇപ്പോൾ ഉമ്മ വെച്ചില്ലേ? വെച്ചോ? അല്ല, വെച്ചില്ല. അവൻ്റെ ആ നോട്ടത്തിൽ ചോദിക്കാൻ വന്നത് വൈശാഖി ഒറ്റയടിക്ക് മറന്നുപോയി. എന്തോന്ന്? അവൾ പറഞ്ഞത് അക്ഷരം പ്രതി മനസ്സിലായെങ്കിലും അതിൻ്റെ അഹങ്കാര മഹാദേവൻ ഒട്ടും കാട്ടിയില്ല. ഒന്നും അറിയാത്ത ഭാവത്തിൽ അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ തന്നെ നിന്നു. ഒന്നുമില്ല സാർ. ചമ്മലും നാണക്കേടും കൊണ്ട് പെണ്ണാകെപ്പാടെ വലഞ്ഞുപോയി. അല്ല, എന്തോ ഉണ്ട്. വേഗം പറഞ്ഞിട്ട് നീ പോയാൽ മതി. ഇടം കൈകൊണ്ട് അവളെ പിടിച്ച് ദേഹത്തേക്ക് വലിച്ചിട്ടിട്ട് അവൻ ശാഠ്യം പിടിച്ചു. പെട്ടെന്നുള്ള മഹാദേവൻ്റെ ആ പ്രവൃത്തി അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഞെട്ടിക്കൊണ്ട് ദേവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. കാരണം ഇത് വീടല്ല, തൊടിയാണ്. ആരെങ്കിലും കണ്ടാലോ? വൈശാഖിയുടെ കണ്ണുകൾ ചുറ്റിനും ഒന്ന് പാഞ്ഞു. വേഗം മഴ വരാൻ പോവാ. നീ പറഞ്ഞില്ലെങ്കിൽ ഇന്ന് മുഴുവൻ നമുക്കിവിടെ തന്നെ നിൽക്കാം. അവൻ പതിവില്ലാത്തതുപോലെ വൈശുവിനോട് വാശി കാട്ടി. സർ. പെണ്ണിൻ്റെ വെപ്രാളം അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. വേഗം പറയേണ്ട വൈശുക്കൊച്ചേ. ഇത്തവണ പാലു വിളിക്കുന്നത് പോലെ ഒരു നീട്ടിയുള്ള വിളിയായിരുന്നു അവനിൽ നിന്നും വന്നത്. മഹാദേവൻ്റെ വാശിയുടെ മുൻപിൽ അവൾ തോറ്റുപോയി. സാർ എന്നെ ഉമ്മ വച്ചില്ലേ? എങ്ങനെയൊക്കെയോ വിറച്ചുകൊണ്ട് അവൾ ആ ചോദ്യം ചോദിച്ചു. എപ്പോ? ഇവളെന്തായി പറയണതെന്ന രീതിയിലായിരുന്നു മഹാദേവൻ്റെ അപ്പോഴത്തെ പ്രതികരണം. ഇത്തിരി മുന്നേ. മഹാദേവനിൽ നിന്ന് ആ പ്രതികരണം ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്നവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഞാനോ? നിനക്ക് തോന്നിയതായിരിക്കും വൈശാഖി. കള്ളം പറയുന്നതിൻ്റെ യാതൊരു തരത്തിലുള്ള ഭാവമാറ്റങ്ങളും അവൻ്റെ മുഖത്ത് ആ നേരം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അല്ല, സത്യ. സാർ എന്നെ ഉമ്മ വെച്ചു. ഞാൻ കണ്ടതാ. അവൻ തന്നോട് കള്ളം പറയുന്നു എന്ന തോന്നൽ വന്നതും വൈശാഖിക്ക് നാവ് വെച്ചു. ഷെടാ, ഇത് വല്ലാത്ത കഷ്ടമായിപ്പോയല്ലോ. ചെക്കൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചുണ്ടുകൾ കൂർപ്പിച്ചു. അതെ, കഷ്ടം തന്നെയാ. ഇത്തിരി മുന്നേ സാറ് തന്നെ എന്നെ പിടിച്ച് ഉമ്മിച്ചത്. എൻ്റെ ചുണ്ടിൽ വാഴത്തേനിരിക്കുന്നു എന്നും പറഞ്ഞ്. എത്ര പറഞ്ഞിട്ട് മഹാദേവൻ വിശ്വസിക്കുന്നില്ലെന്ന് കരുതി വൈശാഖി നടന്ന കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു. അവൾക്ക് ചെറിയ രീതിയിൽ
അവനോട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓ, അതാണോ എൻ്റെ പൊന്നു വൈശുകൊച്ചെ, അതിനെയാണോ നീ ഈ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്നേ? എടി, അത് ഉമ്മയല്ലായിരുന്നു. വല്ലാത്തൊരു ഭാവത്തോടെ അവളെ നോക്കിക്കൊണ്ട് അതും പറഞ്ഞുകൊണ്ട് മഹാദേവൻ പൊട്ടിച്ചിരിച്ചു. എന്ത്? അത് ഉമ്മയല്ലായിരുന്നോ? അത് പിന്നെ എന്തായിരുന്നു? അവൻ്റെ ആ കളിയാക്കിയുള്ള ചിരി കണ്ട് ദേഷ്യം വന്നുപോയി പെണ്ണിന്. അതുകൊണ്ട് തന്നെ അവനെ കാണുമ്പോൾ മുട്ടിടിക്കുന്ന വൈശാഖി ആദ്യമായിട്ട് അവനോട് കൊമ്പു ഓർത്തു. അതോ, അത് നിന്റെ ചുണ്ടിലിരിക്കുന്ന തേന് വേസ്റ്റ് ആവണ്ടെന്ന് കരുതി ഞാൻ കഴിച്ചതല്ലേ വൈശാഖി? വളരെ നിഷ്കളങ്കതയോടെ വിശദീകരിക്കുന്നവൻ്റെ മുഖത്ത് നോക്കിയ വൈശാഖിക്ക് പോലും മഹാദേവൻ പറയുന്നത് സത്യമാണെന്ന് തോന്നി. ആ നേരം, ദാ ഇങ്ങനെയല്ലേ ഞാൻ നിന്നെ ഇത്തിരി മുന്നേ ചെയ്തേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും പെണ്ണിൻ്റെ കീഴ്ചുണ്ണിൻ്റെ ഒരു ഭാഗം നക്കി നുണഞ്ഞു. ഇത്തിരി മുൻപേ തേൻ നക്കിയെടുത്ത അതേ രീതിയിൽ തന്നെ. വൈശാഖി കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പെരുവിരലിൽ കുത്തി മുകളിലേക്കൊന്ന് ഉയർന്നു പൊങ്ങിപ്പോയി. അവൾക്ക് ശരീരമാകമാനം ഒരു തരിപ്പ് പടരുന്നുണ്ടായിരുന്നപ്പോൾ അവൾ അവൻ്റെ പുറത്തെ ചുമലിലെ ടീഷർട്ടിൽ മുറുക്കെ തെരുപ്പിടിച്ചു. ഇതിനെയൊക്കെ ഉമ്മയെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാവോ വൈശാഖി? ഛേ, മോശം മോശം. ഇറുക്കി അടച്ച കണ്ണുകളുമായി ചുവന്നു തൊടുത്തു തനിക്ക് മുൻപിൽ നിൽക്കുന്നവളുടെ കൺപോളകൾക്ക് മുകളിലേക്ക് ഒന്ന് ഊതിക്കൊടുത്തുകൊണ്ട് ചെക്കൻ പരിഭവിച്ചു. അവൾ പൊടുന്നനെ കണ്ണുകൾ വലിച്ചു തുറന്നു. പക്ഷെ മുൻപിൽ നിൽക്കുന്നവനെ നോക്കുവാനുള്ള കരുത്ത് അവൾക്കില്ലായിരുന്നു. ഞാനതങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ നീ ആ തേനിനെ വിരൽ കൊണ്ട് വടിച്ചു കളഞ്ഞേനെ. ഞാൻ കഷ്ടപ്പെട്ട് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ എൻ്റെ വാഴ, അതിൻ്റെ പൂന്തേൻ പോലും ഇങ്ങനെ വേസ്റ്റ് ആവുന്നത് കണ്ട എനിക്ക് സഹിക്കില്ല വൈശാഖി. മുഖത്താകെ സങ്കടം വാരി വിതറിക്കൊണ്ട് പറയുന്നവനെ കണ്ടപ്പോൾ അവൻ്റെ ആത്മാർത്ഥത കാണാതിരിക്കാനും വൈശാഖിയെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവളിൽ വിരുന്നെത്തിയ നാണത്തെ അവനെ ഒറ്റ ഡയലോഗിൽ ആട്ടിപ്പായിച്ച് വിട്ടെന്ന് പറഞ്ഞതിൽ ഒട്ടും അത്ഭുതം തോന്നേണ്ട കാര്യമില്ല എന്നത് മറ്റൊരു സത്യം. എന്താ വൈശാഖി, ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ലേ? അവൻ കണ്ണുകൾ ചെറുതാക്കി വീണ്ടും പാവത്താനായി. വിശ്വാസമാ സാർ? അവൻ്റെ കൈക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പെണ്ണ് മറുപടി നൽകി. ആ പോട്ടെ, സാരയില്ല. ഒരു ഉമ്മയും അതും തമ്മിലുള്ള വ്യത്യാസം നിനക്കറിയാതെ പോയി. ആ, ഇനിയും സമയമുണ്ടല്ലോ. ഞാൻ നിനക്കേ ഓരോന്നായി പഠിപ്പിച്ചു തരാം കേട്ടോ. ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന ഭാവമായിരുന്നു അവനിലപ്പോൾ. ശരി സാർ, സാറ് പഠിപ്പിക്കുന്ന ഒക്കെയും എന്ന് മനസ്സിലാവും എന്ന ഭാവമായിരുന്നു അവളിലപ്പോൾ. എന്നാൽ നമുക്ക് പോയാലോ? ഇനി മഴ വരുന്നുണ്ട്. അവളെ നോക്കി കണ്ണുകൾ ഇറുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. പോകാം സാർ. അവൻ നൽകുന്ന ഞെട്ടലുകളിൽ നിന്നും ഇനിയും പുറത്തേക്ക് വരാതിരുന്നവൾ അതിനും തലയാട്ടിക്കാട്ടി എന്നതാണ് സത്യം. എന്നവാ പോകാം. ഒരു കുസൃതി ചിരിയോടെ മഹാദേവൻ കൈകൾ അയച്ചതും വൈശാഖി പെപ്രാളത്തോടെ ഒരടി പിന്നിലേക്ക് മാറി നിന്നു. എന്നിട്ട് ദേവൻ്റെ ഒപ്പം വീടിന് നേർക്ക് നടന്നു. കുളത്തിൻ്റെ ഭാഗം എത്തിയതും അവൾ പെട്ടെന്ന് ദേവനോടൊന്നും കൂടി ഒട്ടിച്ചേർന്ന് നടന്നു. എന്താ വൈശാഖി, തൻ്റെ ഫ്രണ്ടിനെ കണ്ടാലോ എന്നുള്ള പേടിയാണോ? മഞ്ഞച്ചേരയെ പേടിച്ചുള്ള അവളുടെ നടപ്പ് കണ്ടതും മഹാദേവൻ അവളെ വീണ്ടും കളിയാക്കി ചിരിച്ചു. വൈശാഖി അവനെ നോക്കി മുഖം വീർപ്പിച്ചതല്ലാതെ ഒരിഞ്ച് പോലും ദേവനിൽ നിന്നും അകന്നു മാറി നടന്നില്ല. ദേ, നിന്റെ ഫ്രണ്ട് വരുന്നു. പെണ്ണിനെ പേടിപ്പിക്കാൻ വേണ്ടി തൊട്ടു മുന്നിലേക്ക് വിരൽ ചൂണ്ടിക്കാട്ടിയവൻ. പക്ഷേ പേടിച്ചൊരൊറ്റ ചാട്ടം ചാടിയവൾ തൊട്ടു മുൻപിലുള്ള പ്ലാവിൻ്റെ വേരിൽ തട്ടി താഴേക്ക് വീഴുവാനായി പോയിരുന്നു. മഹാദേവൻ പെട്ടെന്ന് തന്നെ അവളെ പിന്നിലേക്ക് പിടിച്ചു വലിച്ചതിനാൽ അവൾ നിലത്ത് വീണില്ല. പകരം അവൻ്റെ ദേഹത്തേക്ക് തന്നെ തിരിഞ്ഞു വന്ന് ഒറ്റ വീഴ്ചയായിരുന്നു. ആ വീഴ്ചയിൽ അവരുടെ രണ്ടുപേരുടെയും ചുണ്ടുകൾ അപ്രതീക്ഷിതമായി തമ്മിലിടഞ്ഞു. പക്ഷേ തൻ്റെ അതരങ്ങളെ തൊട്ടുരുമ്മി പോകാനായി പോയ പെണ്ണിൻ്റെ ചുണ്ടുകളെ പിടിച്ചു വെച്ചുകൊണ്ട് മഹാദേവൻ വീണ്ടും നുണഞ്ഞുകൊണ്ടിരുന്നു എന്നതാണ് സത്യം. ഒരു മായാലോകത്തെത്തിയതുപോലെയായിരുന്നു വൈശാഖിയുടെ അപ്പോഴത്തെ അവസ്ഥ. അവൾ അവൻ്റെ കൈത്തണ്ടയിൽ ചുറ്റി മുറുക്കെ പിടിച്ചുകൊണ്ട് അതിൽ ലയിച്ചു നിന്നുപോയി എന്ന് വേണം പറയുവാൻ. പക്ഷേ നിമിഷങ്ങളോളം നീണ്ടു നിന്ന ആ ചുംബനത്തിൻ്റെ അവസാനം
അവൻ തന്നെയാണ് പിന്മാറിയതും. ഇതാണ് ഉമ്മയെന്ന് പറയുന്ന സാധനം, അല്ലാതെ മറ്റേതല്ല. കേട്ടോടി വൈശാഖി, നീ ഇനി വെറുതെ കൺഫ്യൂസ്ഡ് ആവല്ലേ. ഇനി എന്തേലും സംശയം ഉണ്ടെങ്കിലേ എന്നോട് വന്ന് ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ആക്കിത്തരാം കേട്ടോ. കിളിപോയി നിൽക്കുന്ന പെണ്ണിൻ്റെ കവിളിൽ കുഞ്ഞൊരു കൊട്ടു കൊടുത്തിട്ട് പറയുമ്പോൾ മഹാദേവൻ്റെ കണ്ണിൽ കുസൃതി മാത്രമായിരുന്നു. ഒരു പൊട്ടിയെപ്പോലെ പെണ്ണ് വീണ്ടും തലയാട്ടിക്കാട്ടി. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, വലിയ പാട്ടാണ്. അപ്പോൾ വലിയ കമൻറ്റ് പോരട്ടെ.